വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ രണ്ട് വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം നന്ദൂട്ടിയുടെ ആക്ടിങ്ങിനെ കുറിച്ചും രണ്ടാമത്തെ സിദ്ധുവിൻ്റെ തിരിച്ചുവരവിനെ കുറിച്ചും. ആദ്യം നന്ദൂട്ടിയുടെ ആക്ടിങ്ങിനെ കുറിച്ച് തന്നെ പറയാം. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ എപ്പിസോഡ്, അതായത് എപ്പിസോഡ് നമ്പർ 22 കണ്ടവർക്ക് മനസ്സിലായി കാണും. ടോപ്പ് നോച്ച് പെർഫോമൻസ് തന്നെയായിരുന്നു. അതായത് നന്ദൂട്ടിൻ്റെ കൗണ്ടറും ഡയലോഗ് ഡെലിവറിയൊക്കെ പെർഫെക്റ്റ് ടൈമിങ്ങിൽ തന്നെയായിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല ആരും തന്നെ ഇത്രയും ഗംഭീരമായ ഒരു പെർഫോമൻസ് നന്ദൂട്ടിനിൽ നിന്നുണ്ടാകുമെന്ന്. അതും ഇത്രയും ചെറിയ കാലയളവിൽ തന്നെ. നമ്മൾ ഉറപ്പായിട്ടും വിചാരിച്ച നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടി തന്നെയാണ്. കുറച്ചൊന്ന് ജെല്ലാവാൻ വേണ്ടി സമയമെടുക്കും. അത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അടിപൊളി എപ്പിസോഡൊക്കെ വരുന്നത്. പക്ഷേ ഇത്രത്തോളം വെറും ഒരു 2-3 ആഴ്ചയുടെ ഗ്യാപ്പിനെടുത്തോളം അതിനുള്ളിൽ തന്നെ വേറെ ലെവൽ പെർഫോമൻസ് ഒക്കെ ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദൂട്ടി. നമ്മൾ തുടക്കത്തിൽ ഒരുപാട് സൈബർ അറ്റാക്കൊക്കെ നന്ദൂട്ടിക്കെതിരെയൊക്കെ വന്നപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇത് സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമാണ്, പോകെ പോകെ അത് സെറ്റായി വന്നോളും എന്ന രീതിക്ക്. അതേ ടീമുമായിട്ട് ചെല്ലാകുമ്പോൾ നന്ദൂട്ടി അടിപൊളിയായിട്ട് പെർഫോം ചെയ്യും എന്ന രീതിക്കൊക്കെ നമ്മൾ അന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ വേറെ ലെവൽ പെർഫോമൻസ് തന്നെയായിരുന്നു, വേറെ ലെവൽ ഡയലോഗ് ഡെലിവറി തന്നെയായിരുന്നു. ഈ ഒരു പെർഫോമൻസിന് ആരോടും വെച്ച് കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വേറെ ലെവൽ തന്നെയായിരുന്നു. വൺ ഓഫ് ദി ബെസ്റ്റ്, ഇത്രയും ദിവസങ്ങളിലെ എപ്പിസോഡിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് തന്നെയായിരുന്നു നന്ദൂട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. കുറേ അധികം ഡയലോഗ്സും കുറേ അധികം സീൻസുമുള്ള എപ്പിസോഡ് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസത്തേത്. എല്ലാ കൗണ്ടേഴ്സും, അതായത് ചിലപ്പോൾ ഡയലോഗൊക്കെ നന്ദൂട്ടിക്ക് വേണ്ടി സെപ്പറേറ്റ് എഴുതുന്നില്ല, ഇവർ സിറ്റുവേഷൻ അനുസരിച്ച് പറഞ്ഞു പോകുന്നതായിരിക്കും. പക്ഷേ അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് അത് പറയണമെങ്കിൽ ഷീസ് ബോൺ ടാലൻറ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് നന്ദൂട്ടി അല്ലെങ്കിൽ കല്ലു എന്നൊരു കഥാപാത്രത്തിൽ നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യാം. അതിന് കാലിബർ ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് തന്നെയാണ്. അപ്പോൾ തുടക്കത്തിലുള്ള എല്ലാ പരിഭവങ്ങളും പരാതികളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ വീണ്ടും ശക്തമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ആ ഒരു ക്യാരക്ടറും പൊമുളകും സീസൺ 3യും. പിന്നെ ഒരുപാട് പെർഫോമൻസ്, ഒരുപാട് എപ്പിസോഡ്സും ഇതേപോലത്തുള്ള ബേസ് ചെയ്തിട്ടുള്ള എപ്പിസോഡ്സൊക്കെ നമുക്കിനി കാണാൻ സാധിക്കും. മാത്രമല്ല ഈ ഉപ്പുമുളകിലെ നന്ദൂട്ടിയും കേശുവും തമ്മിലുള്ള ആ ഒരു കോംബോ അത് വേറെ ലെവൽ തന്നെയായിരുന്നു എന്ന് പറയും. ഈ ഒരു കഴിഞ്ഞ എപ്പിസോഡിൽ മാത്രമല്ല, അതിന് മുമ്പത്തെ 1-2 എപ്പിസോഡിലൊക്കെ ഇവർ രണ്ടുപേരും തമ്മിലെ കോംബോ അടിപൊളിയായിട്ട് വർക്കൗട്ടായിട്ടുണ്ടായിരുന്നു, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കാണാനും. അപ്പോൾ ഇനിയും അതുപോലത്തെ കോംബോ സീൻസൊക്കെ നമ്മൾ പ്രേക്ഷകർ ഉപ്പുമുളകം ടീമിൻ്റെ ഭാഗത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് സംഭവിക്കുമെന്ന് വിശ്വസിക്കാം. പിന്നെ അടുത്തത് പറയാനുള്ളത്, അതായത് ഇപ്പോൾ നന്ദൂട്ടിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലായിരുന്നു. ഇനി അടുത്തത് പറയാനുള്ളത് സിദ്ധു എന്നൊരു കഥാപാത്രത്തിൻ്റെ തിരിച്ചുവരവിനെ കുറിച്ചാണ്. നമുക്കറിയാം ഈ ഒരു സിറ്റുവേഷനിൽ ആ ഒരു തിരിച്ചുവരവിൻ്റെ സമയം അതിക്രമിച്ച് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. സീസൺ 2 തന്നെ ആ ഒരു ക്യാരക്ടർ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സീസൺ 3 എത്തിക്കഴിഞ്ഞു. ഇതിലും അതേ സെയിം പുരാണപ്പാട്ട് തന്നെയാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. വരും അല്ലെങ്കിൽ ഇപ്പോൾ സീസൺ 2-ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ആ ഒരു കഥാപാത്രത്തെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സീസൺ 3 ആയ സ്ഥിതിക്ക് ഇപ്പോൾ അധികമൊന്നും സിദ്ധു എന്നൊരു കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള 1-2 എപ്പിസോഡിൽ മാത്രമേ പറയുന്നുള്ളൂ. എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മൾ ഫസ്റ്റ് അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായതും ഈ സെക്കൻഡ് ഷെഡ്യൂളിൻ്റെ അവസാന ഭാഗത്തൊക്കെ ആയിട്ട് സിദ്ധു എന്നൊരു കഥാപാത്രം തിരിച്ചു വരുമെന്ന് തന്നെയാണ്. പക്ഷേ ഇതുവരെ അതിനെക്കുറിച്ച് യാതൊരു മൂവും നടത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ അവസാനം കിട്ടിയ വാർത്ത. അതായത് ഈ ഒരു സമയത്ത് തന്നെയാണ് ആ ഒരു കഥാപാത്രത്തിൻ്റെ അത്യാവശ്യമുള്ളത്. കാരണം സീസൺ 3 ഇപ്പോൾ പീക്ക് ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വ്യൂസിൻ്റെ കാര്യത്തിലായാലും റേറ്റിങ്ങിൻ്റെ കാര്യത്തിലായാലും എല്ലാം പീക്ക് ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വരുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് ആ ഒരു കഥാപാത്രം, അതായത് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആ ഒരു കഥാപാത്രം കൂടി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉറപ്പായും വേറെ ലെവലായിരിക്കും എന്നുള്ള യാതൊരു സംശയവുമില്ല. മാത്രമല്ല ഉപ്പുമുളകിൽ ഡെയിൻ ഡേവിസിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടാകുമെന്ന് കാണാനായിട്ടും പ്രേക്ഷകർ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിദ്ധു എന്നൊരു കഥാപാത്രം ഉപ്പുമുളകിലോട്ട് തിരിച്ചു വരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ സീസൺ 1 മുതൽ സീസൺ 1 ആ 2 എപ്പിസോഡ് വന്നിട്ട് പോയതിന് ശേഷം ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. സീസൺ 1 പിന്നെ അധികമൊന്നും സിദ്ധു എന്നൊരു കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിലും സീസൺ 2 ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് 2-3 എപ്പിസോഡുകൾ വരെ ഉണ്ടായിരുന്നു. എന്നിട്ടും കൊണ്ടുവരാത്തത് കൊണ്ടാണ് പ്രേക്ഷകർ എത്രത്തോളം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എത്രത്തോളം ഈഗറായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കഥാപാത്രത്തെ ഈ ഒരു സമയത്ത് ഇപ്പോൾ സീസൺ 3 തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പലരും. അപ്പോൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അതും ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് അഡാപ്റ്റ് ആകാൻ പോകുന്നതെന്നൊക്കെ കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ആ ഒരു റീ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ കല്ലുവിൻ്റെ പെർഫോമൻസ്, നന്ദൂട്ടിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഇപ്പോൾ മുളകം അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.